സുദിനം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 21ാമത് വാർഷികവും ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളും സെപ്റ്റംബർ 14-15 തീയതികളിൽ പൂർവാധികം ഭംഗിയോടെ കല്ലേറ്റിൻകര ക്ഷേത്രമൈതാനിയിൽ നടത്തപ്പെടുകയാണ്. ചേച്ചി, ഇപ്രാവശ്യം പീതാംബരൻ ചേട്ടൻ തന്നെയാണോ മാവേലി? ദൈവത്തിനറിയാമേ. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള മാവേലി മന്നരിൽ നിന്നും വ്യത്യസ്തമായി മാറിയ ലോകത്തിൽ ന്യൂ ജനറേഷൻ കാലത്ത് 6 പാക്ക് മാവേലിയെ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ. കുടവയറും കുംഭം മീശയും ഇനിയൊരു പഴങ്കഥയായി മാറുകയാണ്. പുതിയ മാവേലിക്കൊപ്പം പുതുമ നിറഞ്ഞ കലാപരിപാടികളും അരങ്ങേറുന്ന ധന്യമുഹൂർത്തത്തിന് സാക്ഷികളാകാൻ എല്ലാ നാട്ടുകാരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ഓണം. എന്തായി ഓണക്കച്ചവടമൊക്കെ പൊടിപടിക്കുവോ? ചാക്കോച്ചായ, നമ്മുടെ പീതാംബരൻ ചേട്ടനെ കണ്ട? ഏത്? നമ്മുടെ എക്സ് മാവേലിയാ? നിങ്ങൾ കണ്ട? 2-3 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെ ഇറങ്ങാനാണ്? ആളുകൾ ട്രോളി കൊല്ലിയല്ലേ. ഞാൻ വീട്ടിൽ പോയി. സുശീലേച്ചി പറയണത് കണ്ടിട്ട് 2 ദിവസമായിരുന്നു. ഇനി എവിടെ പോയി അന്വേഷിക്കാൻ? സുശീലക്കും അറിയില്ലെങ്കിൽ നാട് വിട്ടിട്ടുണ്ടാവും ആള്. മെമ്പർ ഇനി പീതാംബരനെ തപ്പി നടക്കണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അത് പറ്റില്ല, കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ ഇത്ര അത്യാവശ്യം? ഇലക്ഷനൊന്നും ആയിട്ടില്ലല്ലോ. അല്ല, താനൊന്നും അറിഞ്ഞില്ലേ പീതാംബരൻ ഇപ്രാവശ്യം മാവേലി വേഷം കെട്ടാൻ പറ്റില്ലെന്ന്? പിള്ളേർ പുതിയ ന്യൂ ജനറേഷൻ 6 പാക്ക് മാവേലിയെ കൊണ്ടുവരുന്നു. അതൊന്നും നടക്കില്ലെന്ന്. ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാകുമ്പോൾ ഏതൊരു പ്രജയുടെയും ഏതൊരാളുടെയും ദുഃഖവും സങ്കടം അറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. അതാ ഈ മെമ്പർ വിശാല്. ഞാൻ കണ്ടുപിടിച്ചോളാം. മെമ്പറെ, എൻ്റെ കക്കൂസിയുടെ കാര്യം എന്തായി? ഒന്ന് പോടവിടുന്ന്. ഓണത്തിനടുക്കാണ് പൂട്ട് വെച്ചോടം. അതൊക്കെ ക്രമത്തിന് കിട്ടിക്കോളും. ഇത് ഇങ്ങനെ ഒരു അവതാരം അന്നേ ഞാൻ പറഞ്ഞതാ ഇവനൊരു ദുരന്തമാകുമെന്ന്. കള്ളൻ ഇവിടെ ഒന്ന് കിടക്കണ ശരിയാക്കി തരാം. എന്തെന്നാണ് മെമ്പറെ? മനുഷ്യൻ പേടിച്ചു പോയല്ല. ഒന്നാമത് ആകെ ടെൻഷൻ. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ വിളിക്കാവാ? ചേട്ടനൊന്ന് എഴുന്നേറ്റ്. 2 ദിവസമായിട്ട് വീട്ടിലേക്കൊന്നും ചെല്ലാത്ത എന്താ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? വേണ്ടടാ, എല്ലാം മടുത്തു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവണേ? നമ്മൾ വിചാരിച്ച പോലെ സംഭവം ഒന്നും നടന്നില്ലെങ്കിലും അങ്ങനെ അങ്ങ് പരാജയപ്പെട്ട് പിന്മാറാൻ പറ്റുമോ? ഞാൻ മെമ്പറായിരിക്കുന്നിടത്തോളം കാലം ചേട്ടൻ തന്നെ മാവേലി. അതെങ്ങനെ? പിള്ളേര് മനസ്സ് മാറ്റിയ? നേരത്തെ പറഞ്ഞ പോലെ അല്ല. ശരിക്കും ഞാൻ പീതാംബരൻ ചേട്ടനെ മാറ്റാൻ പോവുക. എനിക്കൊന്നും മനസ്സിലാകണില്ല. ഈ വയറ് പോയിട്ട് മാവേലിയാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ ഇപ്പൊ കൂടി അനൗൺസ്മെന്റ് കേട്ടതാ. ചേട്ടാ, പീതാംബരൻ ചേട്ടാ, അനൗൺസ്മെന്റിൽ എന്താ കേട്ടത്? 6 പാക്ക് മാവേലി. ചേട്ടനെ 6 പാക്ക് ആക്കാൻ വഴി കണ്ടുപിടിച്ചിട്ടാ ഈ മെമ്പർ വിശാല് ചേട്ടനെ തിരക്കിയേ. ചേട്ടൻ വീട്ടിലോട്ട് വാ. നോക്കിക്കാതെ കേറ് കേട്ടാ. വാന്നേ, ഇങ്ങോട്ട് കേറ്. ഞാനല്ലേ പറയണത്. ചേട്ടൻ തന്നെ മാവേലി, അല്ലാതെ പിന്നെ ആര്? എടാ നിർത്ത്. എന്തേട്ടാ പ്രശ്നം? അതെ, ചിലപ്പോ സാധ്യതയില്ല. എന്നാലും അപ്രതീക്ഷിതമായി അവളെന്നെ കണ്ടാലോ? പീതാംബരൻ ചേട്ടാ, മെമ്പർ ചെന്നേ അവിടെ മൂടൊന്ന് അളന്നിട്ട് വാ. അതാണ് സേഫ്റ്റി. കഷ്ടം.
സുശീല ചേച്ചി, ചേച്ചി, സുശീല ചേച്ചി, ആരുമില്ല ഇവിടെ. ആ മെമ്പറോ? ഏ? ആ നീ ഏതായാലും വന്നത് നന്നായി. ഇതിപ്പോ ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചതാണ്. മെമ്പറോടാവുമ്പോ സന്തോഷം. മെമ്പർ കേട്ടോ, കഴിഞ്ഞ പെരുന്നാളിന് 1000 രൂപ കൊടുത്ത് മേടിച്ച കോടാലിയ. ആ സുമതി വന്ന് കടം മേടിച്ചോണ്ട് പോയതാ. ചോദിച്ചപ്പോ ഏത് കോടാലിന്ന്. ഞാൻ ഇടപെടണോ ചേച്ചി? പീതാംബരൻ ചേട്ടായി ഇവിടെ ഇല്ലല്ലോ. 2-3 ദിവസമായി. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് ഞാൻ ആ മൂടിലൊന്ന് സുമതിയോട് സംസാരിച്ചു. അവൾ അപ്പം തന്നെ ആ കോടാലി എടുത്തോണ്ട് വന്നു. ആഹാ. അത് പോട്ടെ, നീ എന്താ പിന്നെയും വന്നേ? അല്ല അത് ഇതെവിടെ പോയി? ആ മെമ്പറാ കേറി അകത്തിരി. ആട്ടെ, എന്താ വന്ന കാര്യം പറ. ചേട്ടാന്ന് വിളിച്ച നാകൊണ്ടും മറ്റൊന്നും തന്നെ വിളിപ്പിക്കരുത് കേട്ടോ. ഏട്ടായി കോഫി എടുക്കട്ടെ? എടുത്തു വെച്ച് എനിക്ക് ഒരെണ്ണം വേണം. എന്തിന്? തനിക്ക് ഈ വർഷം ക്ലബിൽ മാവേലി വേഷം കിട്ടണോ? വേണം മെമ്പറെ. എത്ര ദിവസമായി ചേട്ടായി ഒന്ന് ഉറങ്ങിയിട്ടെന്നറിയാമോ? പാവം, എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്ക്. എങ്കിൽ തൻ്റെ ഈ നാടകം അവസാനിപ്പിച്ചിട്ട് മര്യാദക്ക് ഞാൻ പറയണ അനുസരിക്കാവോ? അനുസരിച്ചോളും, ഇല്ലെങ്കിൽ ഞാൻ അനുസരിപ്പിച്ചോളാം. പീതാ പറഞ്ഞിട്ടാ. അപ്പൊ നാളെ കാണാം. ഞാൻ പോട്ടെ. ശരി, പോട്ടെ ചേച്ചി. ഹലോ ചേട്ടോ, ഇവിടെ ആരുമില്ലേ? ഹലോ. ഹായ് സാർ, ഐ എം ഷീല. ഐ എം കമ്മിങ് ഫ്രം യൂറോടെക്. പീതാംബരൻ സാർ അല്ലേ? സാർ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അകത്തോട്ട് കയറിക്കോട്ടെ? വാ വാ വാ, താങ്ക് കേറിയിരിക്കുന്നേ. യു സാർ. ചെന്ന് കയറിക്കൊടു. സാർ, ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു. I recommend reduce your belly. നിങ്ങളുടെ കൊടവേറ് കുറയ്ക്കുന്ന സാധനം ഉണ്ടെന്ന്. വേണം വേണം, ഒരു 5-6 എടുത്തോ. പെട്ടെന്ന് എനിക്ക് മാവേലിയാകണം. 5-6 വേണ്ട സാർ, ഒറ്റ ഒന്നും മതി. അതെ, നല്ലതിനും ചീത്തയ്ക്കും ഒരെണ്ണം മതി. സാറിന്റെ വൈഫാണല്ലേ? സാർ സുന്ദരനാണ് ചേച്ചിക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. സുശീലേ, ഈ കുട്ടി എന്നെ സുന്ദരനാക്കാൻ വന്നിരിക്കുന്നു. നീ ആയിട്ട് കൊളാക്കല്ലേ. ഇല്ലേ, ഞാൻ പോണു. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സാർ, ഇതൊന്ന് പൂരിപ്പിച്ചു തന്നാ മതി. വായിക്കാൻ പറ്റണില്ല. കുട്ടി പൂരിപ്പിച്ചു. ഓക്കെ സാർ. സാർ എത്ര വയസ്സായി? 39. ഓ, കണ്ടാ കൂടുതൽ തോന്നും. അതാ ഈ കൊടവയറ് കുറക്കാൻ തീരുമാനിച്ചേ. സാർ, ഇതാണ് പ്രൊഡക്റ്റ്. ഇതിന്റെ കമ്പനി പ്രൈസ് 9,999 രൂപ 99 പൈസ. ഇപ്പോൾ സാധനം തരുന്നത് വെറും 999 രൂപക്കാണ്. ഇതിന്റെ ഉപയോഗം സിമ്പിളാ. ഇത് വെച്ചിട്ട് സാറിന് എവിടെയും പോകാം, എന്ത് ജോലിയും ചെയ്യാം. നോ പ്രോബ്ലം. ശരി. അപ്പൊ എങ്ങനെയാണ് സാർ? അക്കൗണ്ട് പേ ആണോ ക്യാഷ് ത്രൂ ആണോ? അതിപ്പോ വയറ് കുറയാൻ എത്ര ദിവസം വേണം? ഇത് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയം മുതൽ സാറിന് വയറുണ്ടെന്ന് തോന്നുകയില്ല. പ്രൊഡക്റ്റ് ഞാൻ 100% ഗ്യാരണ്ടി. സാർ 6 പാക്ക് ബോഡി ഉറപ്പ്. കുട്ടി ഇപ്പൊ പൊക്കോളൂ. വിശാല് കുട്ടിയെ കണ്ടോളൂ. ഓക്കെ സാർ. ഒരു കാര്യം, ഇത് ഉപയോഗിക്കാതെ മറ്റെന്തുപയോഗിച്ചാലും സാറിന് വയർ കുറയത്തില്ല, അത് ഉറപ്പാ.
അതൊന്നും ശരിയാവില്ല എന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അവളുടെ ഒരു ബെൽറ്റും കോപ്പും. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്ന്. ചേട്ടൻ തന്നെ നമ്മുടെ മാവേലി. എൻ്റെ 10,000 രൂപയൊന്നും കൊടുക്കാനില്ല. 5 പൈസ കൊടുക്കാനില്ല. വേണ്ടാന്നേ ചേട്ടാ, 100 രൂപ പോലും മുടക്കണ്ടെന്ന്. ചേട്ടനെ ഫുൾ ഫിറ്റാക്കിയിട്ട് ഞാൻ പോവൂ. 6 പാക്ക് ബോഡി ചേട്ടൻ ഉറപ്പ്. ചേട്ടൻ തന്നെ നമ്മുടെ മാവേലി. പോരെ? ഞാൻ മനസ്സിലാവൂലേ. നാളെ കാണാട്ടാ. വീട്ടിലേക്ക് ആക്കണോ? അയ്യോ ഇല്ലേ, അവളിപ്പോ ഇനി ഏത് മൂഡിലിരിക്കണം എന്നറിയാൻ പറ്റിയല്ല. നീ പൊയ്ക്കോ. നാളെ കാണാട്ടാ. ഓ, ഞാനെങ്കിൽ നീങ്ങട്ടെ. എന്താടാ കാണാത്തത്? ഇനി വരാണ്ടിരിക്കുവാ? അതിനെ ചാകണം. ആര്? ഞാനാ? ഞാൻ വിളിച്ച അയാൾ വന്നിരിക്കും. എങ്ങനെയാടാ? അയാളെക്കുറിച്ച് വല്ലതും നിനക്കറിയാവോ? പൊന്നേട്ടാ, ഒന്നും മിണ്ടാതിരിക്ക്. സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ ഇല്ലേ, പുള്ളിയാ അയാളുടെ ഫിറ്റ്നസ് ഇപ്പോഴും അങ്ങനെ നിലനിർത്തിയിരിക്കണം. ഭയങ്കര കക്ഷിയാണല്ലേ? പിന്നല്ലാതെ. അതാ സംശയം. നമ്മളൊക്കെ വിളിച്ചാ വരുവാ. ചേട്ടൻ ഇപ്പോഴും സംശയം മാറിയിട്ടില്ലല്ലേ? കാണാൻ പോണ പോലെ ഞാൻ എന്തിനാ പറഞ്ഞറിയിക്കണേ? ഏതായാലും അടുത്ത വണ്ടി കാണും. ആ സാമി, സാമി വാ, ഇറങ്ങി വാ. ഞാൻ പറഞ്ഞില്ലേ, വാ എന്റെ സാമി. വാ. സാമി, യാത്രയൊക്കെ സുഖമായിരുന്നോ? എന്താ ഓട്ടോയിലാക്കിയത്? ഞാനും ഒരു മനുഷ്യനല്ലേ, എല്ലാം അറിഞ്ഞിരിക്കണ്ടേ. അതിനാൽ ഓട്ടോ യാത്ര മതിയെന്ന് നാം നിശ്ചയിച്ചു. ഒരു ഓർമ്മ പുതുക്കൽ ആയിക്കോട്ടെ എന്ന് നാമും കരുതി. സാമി, സാമി, ഞാൻ പറഞ്ഞപ്പോ ഇതാ പറഞ്ഞിട്ട് ഇതാണ്. ഞാൻ ഏറ്റു. വരിക. നമുക്ക് താമസം ഏത് ആശ്രമത്തിലാണ്? പീതാംബരൻ ചേട്ടൻ്റെ ആശ്രമം പോരെ? സൂര്യന് കീഴേ ഏതും നമുക്ക് പഥ്യം. വരിക. ആശ്രമത്തിൽ സുശീല ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കൂലല്ലോ അല്ലേ? ഏയ്, സാധ്യത ഒന്നുമില്ല. ഏതായാലും സാമിയല്ലേ. ബുധനാഴ്ച സന്ധ്യ കഴിഞ്ഞ് ആദ്യ യാമം. ശുക്രൻ 10. ചികിത്സ ആരംഭിക്കാനുള്ള ഏറ്റവും പറ്റിയ സമയം. വരിക. ഇവിടെ അടുത്ത ജലാശയം എവിടെയാ? കുളമുണ്ട്, കായലുണ്ട്, പിന്നെ കുറച്ചു ദൂരം പോയ കടലും ഉണ്ട്. കായകൽപ്പ ചികിത്സ അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയൊന്നുണ്ട്. സ്വാമി, ഈ യുവത്വം തിരിച്ചു കിട്ടുന്നതിനുള്ള ചികിത്സയല്ലേ ഈ സായിപ്പുമാരൊക്കെ വന്ന് ചെയ്യുന്നത്? എക്സാക്ട്ലി. കണ്ട പോലെ അല്ലല്ലോ. മെടുക്കേ. കൽപ്പം ഏതാ? കൽപ്പവൃക്ഷം, തെങ്ങ്. അപ്പോ കൽപ്പം തൊട്ട് തുടങ്ങാം. ഒന്ന് മുങ്ങിക്കുളിച്ചു വരൂ. ശരി, പോയിട്ട് വരാം. പ്രഭാതം വരെ കൽപ്പവൃക്ഷ പ്രദക്ഷിണം. പ്രദക്ഷിണം മുറിയരുത്. ശേഷം സരസ്വതി യാമത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ശരി. ചികിത്സ എത്രയും കഠിനമാകുന്നുവോ അത്രയും നല്ല റിസൾട്ട് കിട്ടും. അത് ഓർമ്മ വേണം. സ്വാമി, നല്ല തണുപ്പുണ്ട്. തുടക്കത്തിൽ ഇത്രയും കഠിന ചികിത്സാ രീതി വേണോ? തനിക്കെന്താ ഇവിടെ കാര്യം?
ഇനി ഇവിടെ രോഗിയും വൈദ്യനും മാത്രം മതി. പോവുക. പീതാംബരേട്ടോ, വലിയ ആളാട്ടോ പറയണത്. അക്ഷരം പ്രതി അനുസരിച്ചോളണം, ഇല്ലെങ്കിൽ ശാപിച്ച് ഭസ്മാക്കി കളയും. ഞാൻ പോണം, എനിക്കിവിടെ നിൽക്കാൻ വേറെ പണിയില്ല. എന്തെങ്കിലും സംസാരിക്ക്. ഉറക്കം വരുന്നില്ല. എന്ത് സംസാരിക്കാൻ? എന്തെങ്കിലും. ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അതെല്ലാവർക്കും ഇഷ്ടമല്ലേ? സ്വാമിക്ക് സിനിമ ഇഷ്ടം? പിന്നില്ലേ. ചെറുപ്പത്തിൽ അല്പം അഭിനയപ്രാന്തും തലക്ക് പിടിച്ചിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു. നോക്കണോ? ഇനി എന്താ അഭിനയം? ഇപ്പോഴും സമയം അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല സ്വാമി. അങ്ങനെ കരുതണ്ട. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? എന്താ ശോഭനയുടെ സൗന്ദര്യം! ഞാൻ ആ ചിത്രം ഒരു 10 വട്ടമെങ്കിലും കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഗംഗ പോയാൽ എന്താ കുഴപ്പം? എനിക്കറിയില്ല സ്വാമി. ഇങ്ങനെ എപ്പോഴും ഈ സ്വാമി വിളി വേണ്ട കേട്ടോ. അത് നമ്മുടെ അടുപ്പത്തിന് അകലം കൂട്ടുന്നു. എനിക്ക് ഉറക്കം വരണം, ഞാൻ പോകും. ആയിക്കോട്ടെ. അദ്ദേഹം ചികിത്സ കഴിഞ്ഞെത്തുമ്പോൾ നേരം വെളുക്കും. ശയ്യാമുറി ഏതാ? തെറ്റിദ്ധരിച്ചു. നമ്മുടെ കിടപ്പ് എവിടെയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ദാ അവിടെ. ശരി സ്വാമി. ഇന്ന് അത് മതി. ഭക്ഷണം ക്രമീകരിക്കുക. ഏട്ടാ, ഈ സാരയില്ല. മാവേലി ആകാനല്ലേ സ്വാമി പറയണ അനുസരിക്ക്. ഓ, ഇനി ചികിത്സ വൈകിട്ടേ ഉള്ളൂ. അതുവരെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം. എനിക്ക് മെമ്പറെ ഒന്ന് കാണണം. ആയിക്കോട്ടെ, പോയി വരൂ. ശരി. ഒരു നിർബന്ധം, സ്കൂട്ടറിലൊന്നും കയറരുത്, ശരീരം ഇളകരുത്. ശരി. നടന്നേ പോകാവൂ. ശരി. അതും സാവധാനം. മസ്ത്. ഇന്നലെ ഉറക്കം കിട്ടിയോ? നമുക്കങ്ങ് ശരിയായില്ല. എന്ത് പറ്റി? ഓരോ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു രഹസ്യം പറയട്ടെ, സുന്ദരിയാണ് കേട്ടോ. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഇത്രയും സൗന്ദര്യം. ഓ, അതിത്ര രഹസ്യമാക്കാൻ എന്താ സ്വാമി? പരസ്യമായ കാര്യമല്ലേ. വഴങ്ങുന്നില്ല. പക്ഷെ ഒരു കുഴപ്പം. അയ്യോ സ്വാമി, എന്താ? എങ്ങനെയാ ഞാൻ ഇത്രയും സൗന്ദര്യമുള്ള ഒരാളോട് ഇങ്ങനെ പറയുക? പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. പറയാം. ഞാനിന്നലെ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ തൻ്റെ കാര്യം ഓർത്തിട്ടാ ഉറങ്ങാതിരുന്നത്. എന്റെ കാര്യോ? എന്ത് കാര്യം? തൻ്റെ ആയുസ്. അതിലൊരു കുഴപ്പം. ഇത്ര ചെറുപ്പത്തിലെ ഈ സൗന്ദര്യം വിട്ടുപോകുമല്ലോ എന്നോർത്താൽ എങ്ങനെ ഉറങ്ങാനാ? അയ്യോ സ്വാമി, ഞാൻ മരിച്ചു പോവോ?
സ്വാമി എനിക്ക് പേടിയാ. എന്തെങ്കിലും പോംവഴിയുണ്ടോ സ്വാമി? ഞാനല്ല ഇവിടെ ഉള്ളത്. ധൈര്യമായിട്ട് അങ്ങ് ഇരിക്കുക. എന്താ എന്ന് ചികിത്സയൊന്നുമില്ലേ? എവിടെ സ്വാമി? എന്ത് പറ്റിയേട്ടാ? പോയി, എല്ലാം പോയി. ഒന്നും വേണ്ടായിരുന്നു. എല്ലാം എൻ്റെ ഒരു വാശി കാരണം. എന്താ ഞാൻ മാവേലി വേഷം കിട്ടിയില്ലെങ്കിൽ? എന്ന് ഞാൻ ഈ വേഷം കിട്ടാൻ ജീവിച്ചൊന്നിരിക്കാൻ പോകുന്നില്ലല്ലോ. മണ്ടനാ ഞാൻ, കോമാളി. ദേ ഇപ്പൊ ഭാര്യയും പോയി. അതിൻ്റെ നാണക്കേടും. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇതേ എന്റെ ഗ്രാമം, എന്റെ വാർഡ്. ഇവിടുത്തെ ആളുകളുടെ ഏത് കാര്യത്തിലും ഞാൻ ഇടപെടും. പിന്നെ നിന്ന അന്നേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാടാ. എനിക്കെന്താ ഇവിടെ കാര്യം അല്ലേ? കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്, എന്നിട്ട് തരാട്ടോ. വായിച്ചി എനിക്ക് ആയുസ് കൂട്ടിത്തരാൻ വന്നിരിക്കുന്നു. ഭ. ഇതെന്താ കൊടയും വടിയായിട്ട്? അയ്യോ ഇതെന്താടാ? പണിയാ. അയ്യോ ചേച്ചി ഓടല്ലേ ചേച്ചി? ഏട്ടായി വാതിൽ തുറക്കേട്ടായി. ഏട്ടായി 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 വാതിൽ തുറക്കേട്ടായി. ഏട്ടായി ഏട്ടായി വാതിൽ തുറക്ക്. ഏട്ടായി എന്താടി കരയുവാണോ? ഇതെന്താ ഈ മുറ്റത്ത് കിടക്കണൊക്കെ? ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. ഇവൾ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ ഞാൻ ഏത് മഹാരാജാവായിട്ട് എന്താടാ കാര്യം? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട പീതാംബരൻ ചേട്ടാ? നീ പോയിട്ട് ഓണത്തിന് വാ. പപ്പടമ്പഴം പായസം ചേർത്തൊരു അടിപൊളി സദ്യ തരാം. എനിക്കത് മതി. ഓണത്തിന് വരാട്ടാ. പോട്ടെ ചേച്ചി. ഇതേതാ അടുത്ത കുറിച്ച്? ചേട്ടാ പീതാംബരേട്ടാ, വിശാലേട്ടാ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഒരുപാട് തിരക്കി അന്വേഷിച്ചു. ആരും സിക്സ് പാക്ക് മാവേലി അംഗീകരിക്കുന്നില്ല. നമ്മുടെ കുറുപ്പ് മാഷ് പറഞ്ഞോടെ കേട്ടപ്പോ ഞങ്ങൾ പിന്നെ നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. കുറുപ്പ് മാഷ് എന്താടാ പറഞ്ഞത്? തുമ്പിക്കൈയില്ലാത്ത ഗണപതിയെ സങ്കല്പിക്കാൻ പറ്റുമോ? വിഷം ചീറ്റുന്ന പാമ്പിനെ കഴുതിലണിയാത്ത പരമശിവനെ ചിന്തിച്ചു നോക്കിയേ. 10 തലയില്ലാത്ത രാവണൻ ഉൾക്കൊള്ളാനേ പറ്റില്ല. അതുപോലെ തന്നെ മലയാള മനസ്സിൽ പതിഞ്ഞുപോയി. കുടവരം കൊമ്പുമശിയുള്ള മാവേലി മഞ്ഞനെ മലയാളം ഉള്ളിടത്തോളം അങ്ങനെ മാത്രമേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ. പീതാംബരൻ ചേട്ടാ,
ഈ പ്രാവശ്യം നമുക്ക് അടിച്ചു പൊളിക്കണം. അത് പിന്നെ പറയണോ? ഒരു മിനിറ്റ്. വിഷ് യു എ ഹാപ്പി ഓണം. ഹാപ്പി ഓണം.